നമസ്കാരം. നടിയുടെ പീഡനവുമായി ബന്ധപ്പെട്ടിട്ട് മുകേഷിനും മണിയമ്പിള്ള രാജുവിനുമെതിരെയൊക്കെ ഇപ്പോൾ കൃത്യമായ റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ മുകേഷിൻ്റെ കാര്യത്തിൽ രാജിക്കാര്യം പോലും മിണ്ടാൻ കഴിയാത്ത വണ്ണം UDF എന്തുകൊണ്ടാണ് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നത് എന്ന് മാത്രമാണ് മനസ്സിലാക്കാൻ കഴിയാത്തത്. മുകേഷിൻ്റെ രാജിക്കാര്യം ആവശ്യപ്പെടണ്ടേ? അതാവശ്യപ്പെട്ട് സംസാരിക്കേണ്ട പ്രതിപക്ഷം. കാരണം പീഡനക്കേസിൽ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിട്ട് പോലും പേരിന് പോലും ഒരു നിലപാട് പറയാതിരിക്കുകയാണ് കോൺഗ്രസ്. ഒന്ന് പറയൂ, ഒന്ന് സംസാരിക്കാൻ ശ്രമിക്കൂ. ആലുവ സ്വദേശിയായിട്ടുള്ള നടിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കേസിൽ നടനും CPM-ൻ്റെ MLA-യുമായിട്ടുള്ള മുകേഷിനെതിരെ ഡിജിറ്റൽ തെളിവുകളും സാഹചര്യ തെളിവുകളും നിരത്തി കുറ്റങ്ങൾ വ്യക്തമായി തെളിഞ്ഞതായി പോലീസ് കുറ്റപത്രം നൽകിക്കഴിഞ്ഞു. ഇനി എന്താ ഇപ്പോൾ ചെയ്യേണ്ടത്? രാജിവെച്ചൂടെ? ഭരണകക്ഷി MLA-ക്കെതിരെ പീഡനക്കേസിൽ കുറ്റപത്രം നൽകിയിട്ടും രാജി ആവശ്യപ്പെടാതെ മൗനത്തിലാണ് നമ്മുടെ പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും. സ്ത്രീ സുരക്ഷയാണ് ഇടതു നയമെന്ന് കൊട്ടിഘോഷിക്കുമ്പോഴാണ് ഭരണകക്ഷി MLA പീഡനക്കേസിൽ പ്രതിയായത് എന്ന് മറന്നുപോകരുത്. ഇത് സർക്കാരിനെയും മുന്നണിയെയും പ്രതിസന്ധിയിലാക്കുകയാണ്. എന്നാൽ ഇത് ആയുധമാക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം. കഷ്ടമാണ്. 2010 സംഭവത്തിൽ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് മുകേഷിനെതിരെ നടി ഒരു പരാതി നൽകിയത് പോയി. ഓഗസ്റ്റ് 29 മരട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കാലതാമസം കേസന്വേഷണത്തിൽ വെല്ലുവിളിയാകുമെന്ന വിലയിരുത്തലുകൾ ഉണ്ടായെങ്കിലും ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിക്കാൻ ഈ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ രാജിവെക്കേണ്ടതില്ല എന്നാണ് CPM-ൻ്റെ നിലപാട്. എപ്പോഴാണാവോ രാജിവെക്കാൻ കഴിയുക? പീഡനക്കേസിൽ പ്രതിയായ കോൺഗ്രസ് നേതാവും കോവളം MLA-യുമായിട്ടുള്ള വിൻസെൻ്റ് സ്ഥാനം ഇതുവരെ രാജിവെച്ചിട്ടില്ല. അതുകൊണ്ട് മുകേഷും രാജിവെക്കേണ്ട എന്ന നിലപാടാണ് പാർട്ടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. വിൻസെൻ്റ് പീഡനക്കേസിൽ പ്രതിയായപ്പോൾ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചൂലുമായിട്ട് സംസ്ഥാനം ഒട്ടാകെ പ്രകടനം നടത്തിയ ജനാധിപത്യ മഹിളാ അസോസിയേഷനും ഒപ്പം തന്നെ മറ്റ് സ്ത്രീ സംഘടനകളുമൊക്കെ മുകേഷിൻ്റെ കാര്യത്തിൽ മിണ്ടാട്ടം മുട്ടിയ അവസ്ഥയിലാണിപ്പോൾ. എന്താ കാര്യം? സംസ്ഥാനത്തെ 2 മന്ത്രിമാർ ഉൾപ്പെടെ 4 MLA-മാർ ഗാർഹിക പീഡന കേസിലെ പ്രതികളായിരുന്നു. 4 പേരിൽ ഒരാൾ പ്രതിപക്ഷ മുന്നണിയിൽപ്പെട്ട ആളുമാണ്. ഗാർഹിക പീഡന കേസിലെ പ്രതികൾ മന്ത്രിമാരായതിൽ വനിതാ സംഘടനകൾ ആരും തന്നെ ആക്ഷേപങ്ങൾ പോലും ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതാണ്. പ്രതിപക്ഷവും ഇക്കാര്യത്തിൽ മൗനം പാലിച്ചു. വിവാഹമോചന കേസുകളുമായി ബന്ധപ്പെട്ടാണ് ഗാർഹിക പീഡന പരാതികൾ ഈ 4 പേർക്കെതിരെയും ഉന്നയിക്കപ്പെട്ടത് എന്നുള്ളത് വാസ്തവം. മധ്യസ്ഥ ചർച്ചകളിലൂടെ ഈ പരാതികൾ പിന്നീട് ഒത്തുതീർപ്പാവുകയും ചെയ്തിരുന്നു. ഈ ലൈംഗികാതിക്രമ കേസിൽ ആരോപണ വിധേയനായിട്ടുള്ള മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്ന സംസ്ഥാന നേതാക്കളുടെ വാദത്തിനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് പറഞ്ഞത് CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള ബൃന്ദ കാരാട്ട് മാത്രമാണ്. മുകേഷ് MLA സ്ഥാനം ഒഴിയണമെന്ന നിലപാട് തന്നെയായിരുന്നു ബൃന്ദ കാരാട്ട് സ്വീകരിച്ചത്. കോൺഗ്രസ് MLA-മാർ തങ്ങൾക്കെതിരെ സമാനമായിട്ടുള്ള ആരോപണം ഉയർന്നപ്പോൾ രാജിവെച്ചില്ല എന്നത് ന്യായമാകരുത് എന്നുകൂടി കേസ് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്ന പശ്ചാത്തലത്തിൽ മുകേഷ് രാജിവെച്ച് അന്വേഷണം നേരിടണം എന്നുകൂടി അന്ന് ആ ബൃന്ദ കാരാട്ട് പറഞ്ഞിരുന്നു. അവർ വെട്ടിത്തുറന്നതിനാണ് അത്തരത്തിലൊരു പ്രസ്താവന പറഞ്ഞത്. എന്നിട്ടും CPM-ൻ്റെ സംസ്ഥാന ഘടകം മുകേഷിന് അനുകൂലമായിട്ടുള്ള നിലപാടാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ട് പോലും സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ബലാത്സംഗ കേസിൽ പ്രതിയായിട്ടുള്ള MLA മുകേഷ് രാജിവെക്കണമെന്ന് തന്നെയാണ് CPI-യുടെ ദേശീയ നേതാവുള്ള ആനി രാജ കേസ് വന്ന ഘട്ടത്തിൽ തന്നെ പറഞ്ഞത്. ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ച ശേഷം അവരുടെ പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വസ്തുത. കോൺഗ്രസ് MLA-മാർക്കെതിരെ സമാനമായിട്ടുള്ള കേസുണ്ടായപ്പോൾ രാജിവെച്ചിട്ടില്ല എന്നും അതിനാൽ തന്നെ തങ്ങളും രാജിവെക്കില്ല എന്നുള്ള നിലപാട് ശരിയല്ല എന്ന് തന്നെയാണ് CPI പറയുന്നത്. കുറ്റകൃത്യത്തെ മറ്റൊന്നുകൊണ്ട് മറയ്ക്കാനാവില്ല. ബലാത്സംഗ കേസിലെ പ്രതിയെക്കുറിച്ചുള്ള ചോദ്യത്തിനുള്ള മറുപടിയും പരിഹാരവും അതല്ല എന്ന് തന്നെയാണ് ആനി രാജയുടെ നിലപാട്. എന്തായാലും പ്രതിപക്ഷം മുകേഷിൻ്റെ രാജി ആവശ്യം ഉന്നയിച്ച് പ്രത്യക്ഷ സമര പരിപാടികൾ നടത്താൻ ഒരിക്കലും സാധ്യതയില്ല. വഴിപാട് പ്രതിഷേധങ്ങൾക്കാണ് സാധ്യത എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഈ മാസം 7-ന് വീണ്ടും ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ പോലും ഒരു തരത്തിലുള്ള പ്രതിഷേധവും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ വിഷയം ഉന്നയിച്ചാൽ സ്വന്തം നിരയിലുള്ളവരും വിമർശിക്കപ്പെടുമെന്ന് കോൺഗ്രസിന് വളരെ കൃത്യമായിട്ട് അറിയാം, ഉറപ്പാണത്. അതിനാൽ ഇത്തരം വിഷയങ്ങളിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ സഭയ്ക്കകത്തും പുറത്തും വല്ലാത്തൊരു യോജിപ്പുണ്ട് എന്നാണ് കൃത്യമായി നമുക്ക് പറയാൻ കഴിയും. വിമർശനം മാത്രമല്ല, അത് കറക്റ്റാണ്. അതാരാണെങ്കിലും
അപ്പോൾ പ്രതിപക്ഷത്താണെങ്കിലും ഭരണപക്ഷത്താണെങ്കിലും ഇത്തരത്തിലുള്ള വില്ലന്മാരുണ്ട് എന്നുള്ളത് കൊണ്ട് മൗനം ഈ വിദ്വാൻമാർക്ക് ഭൂഷണമാണ്. എൽദോസ് കുന്നപ്പള്ളിയെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. എൽദോസ് കുന്നപ്പള്ളി ചെയ്ത ലൈംഗികാതിക്രമവും നമ്മുടെ എം വിൻസെൻ്റ്, കോവളത്തിൻ്റെ MLA, ആ വിൻസെൻ്റ് ചെയ്ത ലൈംഗികാതിക്രമമൊക്കെ പ്രതിപക്ഷത്തിൻ്റെ കൈകളിൽ ഭദ്രമായിരിക്കുമ്പോൾ ഭരണപക്ഷത്തെ മുകേഷിനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് വേദനിപ്പിക്കുവാൻ ആർക്കെങ്കിലും കഴിയുമോ? എൽദോസ് കുന്നപ്പള്ളിയെയും വിൻസെൻ്റിനെയും രക്ഷിക്കുവാനുള്ള ബാധ്യത സതീശനുണ്ട് എന്നുള്ളത് കൊണ്ട് സതീശനും ഒരക്ഷരം മിണ്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് മുകേഷിന് രാജിവെക്കേണ്ടി വരുന്നില്ല. കാരണം ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം കുറ്റപത്രം തയ്യാറാക്കി കൊടുത്തിട്ട് പോലും ചിലർ പറയും കുറ്റപത്രം വരട്ടെ അപ്പോൾ രാജിവെക്കാമെന്ന്. കേസെടുക്കുമ്പോഴല്ല, കേസെടുത്ത് അന്വേഷണം നടത്തി കുറ്റപത്രം വരുമ്പോൾ കുറ്റപത്രത്തിലും പറയുന്നു ഈ മുകേഷ് എന്ന് പറയപ്പെടുന്ന MLA ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, കുറ്റപത്രത്തിൽ കുറ്റം തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടിയും രാജിവെക്കണ്ട എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള സമ്മർദ്ദമില്ലാത്തത് കൊണ്ടാണെന്ന് പറയേണ്ടി വരും. പാർട്ടിയും പറയുന്നുണ്ട് മുകേഷ് രാജിവെക്കേണ്ട കാര്യമില്ല എന്ന്. കാരണം പ്രതിപക്ഷം മിണ്ടുന്നില്ല, മറ്റുള്ള ആൾക്കാർ മിണ്ടുന്നില്ല, അതുകൊണ്ട് മുകേഷിനും രക്ഷപ്പെട്ടു പോകാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ആരെങ്കിലും ഒന്ന് ഉറക്കെ പറയേണ്ടിയിരിക്കുന്നു. ബൃന്ദാക്കാരാട്ടും ആനിരാജയും ഒക്കെ മൗനം വെടിയണം. മുകേഷിനെ പോലുള്ള ഈ സ്ത്രീലമ്പടന്മാരെ നിയമസഭയ്ക്ക് പുറത്ത് കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. MLA സ്ഥാനം രാജിവെപ്പിക്കുക തന്നെ വേണം. മറ്റൊരു പാർട്ടി അത് ചെയ്തു എന്ന് പറഞ്ഞ് അവരെ പോലെ ആകാൻ നിങ്ങൾ ശ്രമിക്കണ്ട. കോൺഗ്രസ് അങ്ങനെയാണ് എന്ന് വെച്ചോളൂ. അങ്ങനെയല്ലല്ലോ CPM എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം. അപ്പോൾ ഒരു നിലപാടുണ്ടാക്കൂ. ഒരു നിലപാടുണ്ടാക്കി ഞങ്ങളുടെ നയവും നിലപാടും ഇതാണ്, ആര് ലൈംഗികാതിക്രമം കാണിച്ചാലും ആര് സ്ത്രീകളോട് ഈ തരത്തിലുള്ള വൃത്തികേട് കാട്ടിയാലും ഞങ്ങൾ നടപടി സ്വീകരിക്കുമെന്ന് പൊതുസമൂഹത്തിന് കാണിച്ചു കൊടുക്കുവാനുള്ള കെൽപ്പുണ്ടാകട്ടെ CPM-ന്.